പ്രൈസ് ദി ലോർഡ്. ഏവർക്കും വീണ്ടും വരുന്നതിനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ മാസക്കാലമൊക്കെ ദൈവാതിശയമായി നമ്മളെ 26-ൻ്റെ ആദ്യത്തെ മാസക്കാല അതിശയമായി നടത്തി ദൈവസ്നേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ ഫെബ്രുവരി മാസത്തിൽ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എനിക്ക് ദൈവം തന്നിരിക്കുന്ന വചനമാണ് യെരമ്യാവ് 5:11. ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. യെരമ്യാവിനോട് ദൈവം പറയുന്ന വാഗ്ദത്തമാണ് നമ്മളവിടെ വായിക്കുന്നത്. യെരമ്യാവ് എന്ന് പറഞ്ഞാൽ ഒരു 3 മേജർ പ്രോഫറ്റ്സിൽ ഒരാളായിരുന്നു യെരമ്യാവ്. യെരമ്യാവ് ജനിച്ചത് അനാഥോത്തിലൊരു ഹിൽക്കിയ എന്നൊരു പുരോഹിതന്റെ മകനായിട്ട് ജനിക്കുന്നത്. 17-ാമത്തെ വയസ്സിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ഒരു ദൈവ മനുഷ്യനായിരുന്നു ഈ യെരമ്യാവ്. ദൈവത്തിന്റെ വിളി കേട്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ യെരമ്യാവിനെ ദൈവം കണ്ട് അവനെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി ഒരു പ്രവാചകനായി, ദൈവശബ്ദമായി, ദൈവത്തിന്റെ വായായിട്ട് ദൈവം ഭൂമിയിൽ ജനത്തിനു വേണ്ടി കൊടുത്തിരുന്നതാണ് ഈ യെരമ്യാവ് പ്രവാചകൻ. യെരമ്യാവ് പ്രവാചകന് 3 കാര്യങ്ങളാണ് പ്രവചനം. ഈ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഫസ്റ്റ് വാണിംഗ് ആയിരിക്കും. ഇസ്രായേൽ ജനത്തിനു വേണ്ടി അവർ ചെയ്യുന്ന പാപങ്ങൾ, ദൈവ വഴിവിട്ട് നടക്കുന്നത്, ഇതെല്ലാം കണ്ടിട്ട് ഒരു വാണിംഗ് കൊടുക്കും. അത് കഴിഞ്ഞ് റിപ്പൻറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ പറയുന്നത് റിപ്പൻറ്റൻസ് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറേഷൻ. നമ്മളങ്ങനെ മനസ്താവപ്പെട്ട് മനം തിരിഞ്ഞ് വരുമ്പോൾ ദൈവസന്നിധി നമ്മളെ വീണ്ടും ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ 3 കാര്യങ്ങളാണ് യെരമ്യാവ് പ്രവാചകന് ഈ പുസ്തകത്തിൽ ഉടനീളം സംസാരിക്കുന്നത്. അപ്പം യെരമ്യാവ് പ്രവാചകൻ ഇങ്ങനെ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വായായിട്ട് ദൈവം കണ്ട് ദൈവത്തിൻ്റെ ആലോചന ഇങ്ങനെ യെരമ്യാവിൻ്റെ വായിൽ കൂടെ കടന്നു വരുമ്പോൾ എല്ലാം ജനത്തിന് ഇദ്ദേഹത്തോട് വെറുപ്പായിരുന്നു, ഹേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് ഇവൻ ഒറ്റപ്പെട്ടു പോയി. അവൻ്റെ കുടുംബം, അവൻ്റെ ഹോം ടൗണിൽ നിന്ന് അവന് തനിച്ചാക്കപ്പെട്ടു. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും അവൻ വന്ന് പീഡിപ്പിക്കപ്പെട്ടു. ഇതെല്ലാം കേൾക്കുമ്പോൾ അവനെ വന്ന് പെർസിക്യൂട്ട് ചെയ്യുമായിരുന്നു. പല തരത്തിൽ ഈ യെരമ്യാവ് ദൈവത്തോട് ചോദിക്കും, എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനത്തെ അവസ്ഥ? ഒരു തരത്തിൽ എനിക്ക് ഇവരെ ദൈവസന്നിധി നേടിയെടുക്കാനൊക്കത്തില്ല. ജനം പറഞ്ഞാലൊട്ട് കേൾക്കുന്നുമില്ല. അവനായപ്പം യെരമ്യാവ് വന്ന് കരഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് യെരമ്യാവിനെ ഒരു വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് പറയുന്നത്. കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു യെരമ്യാവ്. അങ്ങനെ യെരമ്യാവ് പല നേരങ്ങളിലും ദൈവസന്നിധി കടന്ന് കരയുമ്പോഴാണ് ഈ യെരമ്യാവിനോട് ദൈവം സംസാരിക്കുന്നത്, ഞാൻ നിന്നെ നന്മയ്ക്കായി വിടുവിക്കും, രക്ഷിക്കും നിശ്ചയം. ഐ വിൽ ഷുവർലി ഡെലിവർ യു എന്നാ വായിക്കുന്നത്. ഷുവർലി. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു തീർച്ചയാണ്. രക്ഷിച്ച എന്നുള്ള ആ ഒരു കണ്ടീഷൻ അല്ല, ഞാൻ തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും. ബിക്കോസ് എല്ലാവരാലും ഒറ്റപ്പെട്ട് വരുമ്പോൾ നമുക്ക് ആശ്രയം ദൈവം മാത്രമാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം മാത്രമാണ് നമുക്ക് ആശ്രയമായിരിക്കുന്നത്. നമ്മൾ ഒറ്റപ്പെട്ട് പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മളുടെ ജീവിതത്തിലെ, കുടുംബത്തിലെ, കുഞ്ഞുങ്ങളിൽ, നമ്മളുടെ എല്ലാ തരങ്ങളും, നമ്മുടെ സൊസൈറ്റി, നമ്മളുടെ എല്ലാ സ്പിയർ ഓഫ് ലൈഫിൽ നോക്കുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഒറ്റപ്പെടുത്തലുകളൊക്കെ വരും. നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് പല തരത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴൊക്കെ നമ്മൾ തനിച്ചാക്കപ്പെടും. അപ്പോൾ എന്തുവാ ദൈവം പറയുന്നത്? ഷുവർലി ഐ വിൽ ഡെലിവർ യു. തീർച്ചയായിട്ടും ഞാൻ നിന്നെ രക്ഷിക്കും. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് ദൈവം പറയുന്നത് പോലെ നമ്മൾ നിൽക്കുമ്പോൾ എന്താ? ദൈവം നമ്മളെ തീർച്ചയായിട്ടും നമ്മളെ വിടുവിക്കും. അതാ ദൈവം നമ്മൾക്ക് ഈ വചനം കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഈ യെരമ്യാവ് പ്രവാചകന് ഒരു സിമിലാരിറ്റി ഉണ്ട് ജീസസുമായിട്ട്, യേശു കർത്താവുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട്. രണ്ടുപേരും ഒരേ രീതിയിൽ ആ പ്രവചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്തോ സൊസൈറ്റിയിൽ നിന്ന് അവർ വെറുക്കപ്പെട്ടിരുന്നു. അവർ ഒരിക്കലും ഇവരെ ആദരിച്ചിരുന്നില്ല. പല സമയങ്ങളിലും വെറുക്കപ്പെട്ടിരുന്നു. ഈ യെരമ്യാവ് ഒരു വീപ്പിംഗ് പ്രോഫറ്റ് ആയിരുന്നു. ഈ വാസ് എ സഫറിങ് പ്രോഫറ്റ് ആയിരുന്നു എന്നാണ് വായിക്കുന്നത്. സെയിം നമ്മൾ വന്ന് ജീസസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സഫറിങ് സെർവൻ്റ് ആയിരുന്നു എന്ന് ഐസയ 53 വായിക്കുന്നത്. ഈ യെരമ്യാവ് വന്ന് പലപ്പോഴും ഇവർ വന്ന് ഉപദ്രവിക്കുമ്പോഴൊക്കെ യെരമ്യാവ് എന്തോ മിണ്ടാതിരിക്കുന്ന ഒരു ആടിനെ പോലെ ഇരുന്നുകൊടുത്തു.
സെയിം തന്നെ നമ്മൾ ജീസസിൻ്റെ കാര്യത്തിൽ ഈ യെരമ്യാവ് വന്ന് ഇവർ ചെയ്യുന്ന ആ എല്ലാ അട്രോസിറ്റീസ്, ഇൻജസ്റ്റിസ്, ആ എഗൻസ്റ്റ് ആയിട്ടൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതേപോലെ യെരുശലേം ദേവാലയം നിങ്ങളുടെ ആലയം ഡെൻ ഓഫ് റോബേഴ്സ് എന്നാണ് ജീസസ് പറയുന്നത്. അപ്പം ഇവർ തങ്ങളിൽ വളരെ ഐഡൻറ്റിറ്റീസ് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. അപ്പം ഒരു നേരത്തെ നമ്മൾ ഒരു ചെറിയൊരു ഡെപിക്ഷനാണ്, ജീസസിൻ്റെ ഒരു ഡെപിക്ഷൻ പോലെയാ ഈ ജെറമ്യായിനകത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെറുപ്രായത്തിലേ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. അങ്ങനെ ആ ദൈവം പറയുന്നത് അല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാത്ത പ്രവാചകന്മാർക്ക് എതിരായിട്ടും ആലയങ്ങൾക്കെതിരായിട്ടും അതിൻ്റെ എല്ലാ അട്രോസിറ്റീസിന് അഗേൻസ്റ്റ് ആയിട്ടൊക്കെയും യെരമ്യാവ് വന്ന് പ്രവചിക്കുമ്പോഴും ഒക്കെ യെരമ്യാവിന് വന്ന് വെറുപ്പുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. യെരമ്യാവിനെ അവർ വന്ന് പെർസിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, പ്രിസണിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ വലിയൊരു കുഴിയിൽ ഒരു മയറിനകത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയാത്തപ്പോഴെന്തു പറ്റി? ചിലർ വന്ന് ഒരു കീറ്റ തുണിയാണ് ഒരു ഇട്ട് കൊടുക്കുന്ന, ആരും അറിയാതെ ഇട്ട് കൊടുത്ത് അതിൻ്റെ പിടിവള്ളി പിടിച്ചിട്ടാണ് ഈ യെരമ്യാവ് കയറി വരുന്നത്, മേളിൽ കയറി വരുന്നത്. അതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചില സമയത്ത് നമ്മൾ നോക്കിയാൽ ഒരു തരത്തിൽ ഇനി ഒരു വഴിയില്ലാതെ വഴികളെല്ലാം അടഞ്ഞു പോയിരിക്കുമ്പോഴും നമുക്ക് വന്ന് ഒരേ ഒരു പിടി മാത്രം ദൈവം തരും. അതാ നിശ്ചയമായിട്ട് ഇന്ന് നമ്മൾ വിചാരിക്കും എങ്ങനെ രക്ഷപ്പെടും, ഈ കാര്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും. യോസേഫിൻ്റെ ജീവിതത്തിൽ വന്നു ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും. അപ്പോഴാ പെട്ടെന്ന് അവിടെ ആ മിസ്രൈമ്യ കച്ചവടക്കാർ വരുന്നു. അതുപോലെ യെരമ്യാവിൻ്റെ ജീവിതത്തിൽ ഒരാളെ ദൈവം അയച്ചു. ദ ഡെസ്റ്റിനി മേക്കർ, ഹെവൻലി ഡിവൈൻ ഹെൽപ്പർ അവിടെ വന്നുണ്ട്. അപ്പോൾ അവർ ഒരു കയർ അയച്ചു കൊടുത്തു. അതിൽ പിടിച്ച യെരമ്യാവ് കയറി രക്ഷപ്പെടുന്നത്. എന്തിനാ? യെരമ്യാവിനോട് ദൈവത്തിൻ്റെ പല വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറാനായിട്ടാ ദൈവം തീർച്ചയായിട്ടും ഈ യെരമ്യാവിനെ രക്ഷപ്പെടുത്തി വെളിയിൽ കൊണ്ടുവന്ന് അവനെ കൊണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ചെയ്യിച്ച് തീർത്തിട്ട് ദൈവം അവനെ എടുത്തിട്ടു. അതേപോലെ നമ്മളുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന് എന്താ ഒരു വിടുതലില്ലാതെ കിടന്ന് നട്ടം തിരിയുക, എങ്ങോട്ട് നോക്കിയാലും ഒരു വഴികളും കാണാം, അതിലെല്ലാം അടഞ്ഞ വഴികൾ മാത്രം നമ്മൾ കാണുമ്പോൾ ആകാശം നമുക്കായി അടഞ്ഞു പോയോ, ഭൂമി നമ്മൾക്കായി ഒരു ഫലവും തരുന്നില്ല എന്നോർത്ത് നമ്മൾ ഭാരപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ അതേപോലെ സിൻസിയറായിട്ട് നിൽക്കുമ്പോൾ ദൈവം നമുക്ക് ഒരു പിടിക്കാൻ ഒരു ചാൻസ് നമുക്ക് തരും. ഒരു ഡിവൈൻ ഹെൽപ്പറിനെ അയക്കും, അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസ് നമുക്ക് തരും. ആ ഒരു ഇതിൽ നമ്മൾ പിടിച്ച് നമ്മളെ വെളിയിൽ കൊണ്ടുവരും. ആ പൊട്ടക്കിണറ്റിൽ ആ ഇരുട്ടിൽ നിന്ന് നമ്മളെ വെളിയിൽ കൊണ്ടുവരും. രോഗത്തിൻ്റെ അവസ്ഥയാണോ, ദുഃഖത്തിൻ്റെ അവസ്ഥയാണോ, വഴി തുറക്കാത്ത അവസ്ഥകളാണോ, ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് ഫൈനാൻസിൻ്റെ മേലുള്ള പ്രോബ്ലമാണോ, ഏത് തരത്തിലും നമ്മൾ വന്ന് ആ മെൻ്റലി കൂടെ നമ്മൾ വന്നിട്ട് വല്ലാതെ നമ്മൾ ഇടുങ്ങിയിരിക്കുമ്പോഴും ദൈവം നമ്മളോട് പറയുന്നത് ഞാൻ നിന്നെ രക്ഷിക്കും, നിശ്ചയം എന്നാണ് വായിക്കുന്നത്. അപ്പം നമ്മളെയൊക്കെ ജീവിതത്തിൽ നിന്ന് പലരും ദൈവസന്നിധിയിൽ വിഷയമോർത്ത് ഭാരപ്പെടുമ്പോൾ എങ്ങനെ ദൈവമേ ഈ വർഷം ഞങ്ങൾക്കൊരു വിടുതൽ ഉണ്ടാകുമോ, ഇത്രയും നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിടുതൽ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് തീർച്ചയായിട്ടും ഈ മാസം ദൈവം നിങ്ങളെ രക്ഷിക്കും. ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ആത്മാവിൻ്റെ സാന്നിധ്യം ആ കരം പിടിച്ച് എപ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവം നമ്മൾക്ക് അറിയിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളെയും പ്രാപിച്ചെടുക്കുവാൻ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം ശക്തനാണ്. തീർച്ചയായിട്ടും നമ്മളോടുള്ള ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും നമ്മൾ അനുഭവിക്കും. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, പരിശുദ്ധ പിതാവ്, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഹല്ലേലൂയ ഈ നേരത്തിലും കർത്താവേ ദൈവകരങ്ങളിൽ കർത്താവേ ഹല്ലേലൂയ ജനത്തെ ഏൽപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ നിൻ്റെ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ എല്ലാ ഭവനങ്ങളിലും ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ യേശുവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവെ ഈ പുതിയ മാസം അവൻ രക്ഷിക്കുന്ന യഹോവ രക്ഷിക്കുന്ന മാസമായി തീരട്ടെ. ദൈവം നിശ്ചയമായി
ഇവരെ രക്ഷിക്കുന്ന മാസമായി തീരട്ടെ. രോഗക്കിടക്കകളെല്ലാം മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്ന ഇടത്തിൽ വഴി തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സമാധാനം ഇല്ലാത്തടത്ത് സമാധാനത്തിൻ്റെ വഴി തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പിരിവിനെ ഇരിക്കുന്ന ഇടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എവിടെല്ലാം കൺഫ്യൂഷനുകൾ, എല്ലാ പ്രശ്നങ്ങളും എല്ലാ കയോസ് ആൻഡ് കൺഫ്യൂഷൻസ് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ള ഇടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് വലിയൊരു നിറവിന്, ക്രിസ്തുവിലുള്ളൊരു നിറവ് അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ അത്ഭുതങ്ങളെ ചെയ്തവരെ രക്ഷിക്കണമേ. എൻ്റെ നാമം മാത്രം മഹിമപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഒരു മാസം ദൈവത്തിൻ്റെ വലിയ കാരം ജനത്തെ താങ്ങി നടത്തും, ജയത്തോടെ നടത്തും. നിന്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ. ആത്മീയവും ഭൗമികമായ എല്ലാ നന്മകളാലും അനുഗ്രഹിക്കും. യേശുവിനെ യാചിക്കുന്നു, കേട്ട് തിരുമലാണ്. ആമേൻ. ബ്ലെസ് യു. താങ്ക് യു.